എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ റിവിഷൻ ക്ലാസ് 7ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് 2 ചോദ്യങ്ങളാണ് ഇനി നമുക്ക് ബാലൻസ് ഉള്ളത്. അപ്പോൾ 28ാമത്തെ ചോദ്യമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എ ബോയ് ഈസ് സ്റ്റാൻഡിങ് 40 meters away from the foot of a tower. Sees it stop at an elevation of 45 degree. A girl standing on the opposite side sees it stop at an elevation of 38 degree. Draw a rough figure. Find the height of the tower. How far is the girl standing away from the bottom of the tower? അപ്പോൾ 3 പാർട്ടാണ് ഈ ക്വസ്റ്റ്യനുള്ളത്. ട്രിഗണോമെട്രി ആയിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ഹൈറ്റ്സും ഡിസ്റ്റൻസും കാണാനുള്ള ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ചോദ്യം ഇതാണ്. ഒരു കുട്ടി അന്ന് 40 മീറ്റർ അകലെയായിട്ട് എവിടെന്നാ ഒരു ടവറിന്റെ ചുവട്ടിൽ നിന്ന് 40 മീറ്റർ അകലെയായിട്ട് നിൽക്കുന്നു. അവിടെ ഒരു കുട്ടി ടവറിന്റെ മുകളറ്റം 45 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. അതേസമയം അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ടവറിന്റെ മുകളറ്റം 38 ഡിഗ്രിയിലാണ് കാണുന്നത്. എങ്കിൽ ടവറിന്റെ ഉയരം എത്ര? ടവറിൽ നിന്ന് പെൺകുട്ടി എത്ര അകലത്തിലാണ്? ഇതാണ്. അപ്പോൾ അത് റഫ് ഫിഗർ ഓർമ്മ വരയ്ക്കണം. ആ റഫ് ഫിഗർ വരയ്ക്കുന്നതിന് ഒരു മാർക്കുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സൈൻ 38ഉം കോസ് 38ഉം ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഫിഗർ വരയ്ക്കണം. അപ്പോൾ ഒരു ഗ്രൗണ്ട് വരയ്ക്കണം. അപ്പോൾ ഗ്രൗണ്ട്, അവിടെ ഒരു ടവർ നിൽക്കുന്നു. ടവറിൻ്റെ ചുവട്ടിൽ നിന്ന് 40 മീറ്റർ അകലെയായിട്ട് ഒരു കുട്ടി നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന കുട്ടി ടവറിൻ്റെ മുകളറ്റം 45 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ ടോപ്പ് മേൽക്കോണിൽ കാണുന്നു. അതേസമയം തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ആ കുട്ടി ഇതിന്റെ ടോപ്പ് 38 ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത്. അതായത് 38 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുന്നു. എങ്കിൽ ഇപ്പോൾ ഇത്രയും വരച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് 1 മാർക്കായി. ഇനി ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ? ടവറിന്റെ ഹൈറ്റ് AD എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തു, പറം വരച്ചു. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് AD എന്ന ഹൈറ്റ് കണ്ടുപിടിക്കണം. അതായത് ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. വളരെ എളുപ്പമാണ്. കാരണം എന്താ, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണിത്, അല്ലെങ്കിൽ 45 ഡിഗ്രിയാണിത്. 45 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾ ഐസോസലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ബേസും ഓൾട്ടിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കും. 45 ഡിഗ്രി ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റന്റ് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 40 ആയതുകൊണ്ട് ഇതും 40 മീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ AD ഈസ് ഈക്വൽ ടു 40. അതാണ് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ AD ഈക്വൽ ടു BD, ദാറ്റ് ഈസ് 40 മീറ്റർ. അങ്ങനെ ഡയറക്റ്റ് എഴുതാം. ഇനി അല്ല വേറെ ആംഗിൾസ് ആയിരുന്നെങ്കിലോ? വേറെ ആംഗിൾസ് ആണെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, അഡ്ജസ്റ്റന്റ് സൈഡ് അറിയാം. അപ്പോൾ ടാൻ വാല്യൂ എടുക്കണം. അപ്പോൾ ടാൻ വാല്യൂ ഉപയോഗിച്ച് ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ചെയ്യാം. ഇത് 40 ആയതുകൊണ്ട് ഇത് 40 മീറ്റർ ആണ്. കാരണം ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്. ഇനി അപ്പോൾ ഈ ട്രയാംഗിളിൽ കണ്ടോ, ഈ ഓപ്പോസിറ്റ് സൈഡ് അറിയാം, അഡ്ജസ്റ്റന്റ് സൈഡ് അറിയില്ല. അപ്പോൾ ഫസ്റ്റ് പാർട്ടിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ ആയി. തേർഡ് പാർട്ടിന്റെ ആൻസർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിൽക്കുന്ന കുട്ടി ഈ ടവറിന്റെ ചുവട്ടിൽ നിന്ന് എത്ര അകലെയാണ്? അപ്പോൾ ഇത് 40 എന്ന് കിട്ടി. ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കേ, മീൻ ട്രയാംഗിൾ ADC tan 38 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ്. അതാണ് ഫോർമുല. 38 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഇതും അഡ്ജസ്റ്റന്റ് ഇതുമാണ്. അപ്പൊ tan 38 ഈസ് ഈക്വൽ ടു AD ബൈ DC എന്ന് കിട്ടും. ഇതിന് tan 38 ഈസ് ഈക്വൽ ടു AD ബൈ DC. ADയുടെ സ്ഥാനത്ത് 40 നമ്മൾ കണ്ടുപിടിച്ചു, മുകളിൽ കണ്ടുപിടിച്ചായിരുന്നു 40 മീറ്റർ. അപ്പൊ ഇത് 40 ആണ്. അപ്പോ ഈ ട്രയാംഗിൾ ഓപ്പോസിറ്റ് സൈഡ് 40, അഡ്ജസ്റ്റന്റ് സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, DC ഇൻറ്റു tan 38 ആണ് 40 ആയിട്ട് വരിക. അതായത് ഇവിടുത്തെ ഡിവൈഡ് ചെയ്യാന്നുള്ള ഡിനോമിനേറ്റർ വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ DC ഇൻറ്റു tan 30 ഈക്വൽ ടു 40. അപ്പൊ DC കാണാൻ എന്ത് ചെയ്യണം? ഇതിന്റെ രണ്ടിനെ പ്രോഡക്റ്റ് ആണിത്. അപ്പൊ ഈ tan 38 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോഴും ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡാ കണ്ടുപിടിക്കണ്ടേ, അല്ല അഡ്ജസ്റ്റന്റ് സൈഡാ കണ്ടുപിടിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാനാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷനാണ് വരിക. അഡ്ജസ്റ്റന്റ് സൈഡ് കണ്ടുപിടിക്കാൻ ഡിവിഷൻ തന്നെയാണ് വരിക. ശ്രദ്ധിക്കണം. അപ്പോൾ DC എന്ന് പറഞ്ഞാൽ 40 ബൈ tan 38. അപ്പൊ 40 ബൈ tan 38ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.8. തന്നിരിക്കുന്ന വാല്യൂ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പൊ 40 ബൈ 0.8. അപ്പോൾ 40 ബൈ 0.8. പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും 10 കൊണ്ട് ഗുണിക്കും, അല്ലെ? ഒരു പോയിന്റ് അല്ലല്ലേ. അപ്പോൾ 400 ബൈ 8 എന്ന് വരും. 400 ബൈ 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50. അപ്പൊ 50 മീറ്റർ ആണ്
കുട്ടി ടവറിൻ്റെ ചുവട്ടിൽ നിന്ന് അകലെ മാറി നിൽക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കുട്ടി ടവറിൻ്റെ ചുവട്ടിൽ നിന്ന് 50 മീറ്റർ അകലെയാണ്. ക്ലിയർ ആയോ? അപ്പോൾ ചോദ്യം വായിച്ച് അതിനനുസരിച്ച് ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ചിട്ട് 1 by 1 ആയിട്ട് കാണുക. അത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതുപോലുള്ള ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം പരീക്ഷയ്ക്കുണ്ടാവും. അത് ചെയ്ത് പഠിക്കണം. ഒരു ചോദ്യം കൂടിയാണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 29ാമത്തെ ചോദ്യം. ഇത് ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നിരിക്കുന്ന ആ കോണ്ടസ്റ്റ് വായിച്ച് മനസ്സിലാക്കി, തന്നിരിക്കുന്ന ഇത് പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്നാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഇത് 2 വട്ടം ആദ്യം 15 മിനിറ്റ് തരുന്ന സമയമുണ്ടല്ലോ കൂൾ ഓഫ് ടൈമിൽ, ആ കൂൾ ഓഫ് ടൈമിൽ ഇതൊന്നും എടുത്ത് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതാൻ എളുപ്പമുണ്ടാവും. ഇതിൽ നിന്ന് തന്നെ ആൻസർ വരും. ഇത് ശരിക്കും നിങ്ങളുടെ ട്രിഗ്നോമെട്രിയിൽ പലപ്പോഴും ഇത് കടന്നു പോയിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കുക. പലപ്പോഴും ഇത് പാഠഭാഗമായിട്ട് ബന്ധപ്പെടാതെയും ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയായാലും ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഒബ്സർവ് ദി ടേബിൾ ഓഫ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഗിവൺ ബിലോ. അപ്പോൾ ആംഗിള് സൈൻ കോസ്, അപ്പോൾ 1, 2, 3 അങ്ങനെ പോയി 89 വരെയുള്ള ആംഗിൾസ് ആണ്. അപ്പോൾ സൈൻ 1 0.175, സൈൻ 2 0.0349, സൈൻ 3 0.0523 എക്സെട്ര. അങ്ങനെ ആംഗിള് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സൈൻ്റെ വില ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പരമാവധി 1ലേക്ക് എത്തും. കോസ് വരുമ്പോഴോ കോസ് 1.9998, കോസ് 2.9994. അപ്പോൾ കോസിൻ്റെ വില ഇങ്ങനെ കുറഞ്ഞ് അവസാനം 0യിലേക്ക് എത്തുന്നതായിട്ട് കാണാം. വാല്യൂസ് ഓഫ് സൈൻ ഓഫ് ആംഗിൾസ് ഫ്രം 1 to 89 ആർ ഇൻക്രീസിങ്. സൈൻ വില 1 മുതൽ 89 വരെയുള്ള ആംഗിൾസിൻ്റെ സൈൻ വില ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു വരും. ആംഗിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ സൈൻ വില ഇൻക്രീസ് ചെയ്തു വരും. കോസ് വിലയോ ഡിക്രീസ് ചെയ്തു വരും, അല്ലെ? വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോവുകയാണ്. അതായത് ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കോസ് വില ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സം വാല്യൂസ് ഓഫ് സൈൻ ആൻഡ് കൊസൈൻ ആർ ഈക്വൽ. നോക്കിക്കേ, ഇവിടെ സൈൻ 1 എന്ന് പറയുന്നത് 0.0175 ആണ്. കോസ് 89 0.0175 ആണ്. ഇത് രണ്ടും ഈക്വൽ ആക്കണ്ട. അതുപോലെ സൈൻ 2 എന്ന് പറയുന്നത് 0.0349 ആണ്. കോസ് 88 0.0349 ആണ്. അപ്പോൾ അതായത് സൈൻ 1 തന്നെയാണ് കോസ് 89, സൈൻ 2 തന്നെയാണ് കോസ് 88, സൈൻ 3 തന്നെയാണ് കോസ് 87, സൈൻ 4 തന്നെയാണ് കോസ് 86. അങ്ങനെ പോവുകയാണ്. ഇനി ചോദ്യം ഇതാണ്, റൈറ്റ് ദി നെക്സ്റ്റ് ലൈൻ ഓഫ് ദിസ് പാറ്റേൺ. ഇതിന്റെ അടുത്ത ലൈൻ എഴുതാൻ. ഇപ്പോൾ നോക്കിയേ, സൈൻ 1 കോസ് 89, സൈൻ 2 കോസ് 88, സൈൻ 3 കോസ് 87, സൈൻ 4 കോസ് 80. അപ്പോൾ അടുത്ത എന്തായിരിക്കും? സൈൻ 5 കോസ് 85. അതായത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എപ്പോഴും 90 ആയിരിക്കും. 2 + 88 90, 1 + 89 90, 3 + 87 90, 4 + 86 90. അപ്പോൾ സൈൻ 5 = കോസ് 85. കാരണം 85 5 ആണ് തോന്നുന്നത്. അപ്പോൾ 2 ആംഗിൾസിന്റെ സം 90 ആണെങ്കിൽ ഒന്നിന്റെ സൈൻ മറ്റേതിന്റെ കോസിന് ഈക്വൽ ആയിരിക്കും. അതാണ് റിലേഷൻ. അതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് അടുത്ത ലൈൻ എഴുതാൻ പറഞ്ഞു. അടുത്ത ലൈൻ എത്ര ഉള്ളൂ? അപ്പോൾ ഫസ്റ്റ് നെക്സ്റ്റ് ലൈൻ സൈൻ 5 = കോസ് 85. അടുത്ത ക്വസ്റ്റ്യൻ, സൈൻ 10 = കോസ് കെ ആണെങ്കിൽ കെ എത്ര? സൈൻ 10 ഏതിനെ ഈക്വൽ? രണ്ടും കൂടി ആഡ് ചെയ്താൽ 90 നോക്കിയാൽ മതി. അപ്പോൾ 10ഉം 80 കൂടി ആഡ് ചെയ്യുമ്പോഴേ 90. അപ്പോൾ 90 നിന്ന് 10 കുറയ്ക്കുക, അതായത് 80. അപ്പോൾ സൈൻ 10 എന്ന് പറഞ്ഞാൽ കോസ് 80 ആണ്. അപ്പോൾ കെയുടെ സ്ഥാനത്ത് എത്ര വരണം? 80. അപ്പോൾ അതാണ് ആൻസർ. സൈൻ 10 = കോസ് 80. ഫോർ കെയുടെ സ്ഥാനത്ത്, ഇവിടെ കെയുടെ സ്ഥാനത്ത് എത്രയാണെന്ന് ചോദിച്ചാൽ കെയുടെ സ്ഥാനത്ത് 80. അതാണ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഇത് വായിച്ചു നോക്കി വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ആൻസർ എഴുതാൻ പറ്റും. മൂന്നാമത്തെ പാർട്ട് എന്താണ്? സൈൻ എക്സും കോസ് എക്സ് ഈക്വൽ ആണെങ്കിൽ എക്സ് എത്ര? അപ്പോൾ നോക്കിയേ, സൈൻ എക്സും കോസ് എക്സും ഈക്വൽ വരണമെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 90 വരണമല്ലോ. അപ്പോൾ 90യുടെ ഹാഫ് 45 ഇത് രണ്ടും ഈക്വൽ വരണമെങ്കിൽ 45 വരണം. അപ്പോൾ സൈൻ 45 തന്നെയാണ് കോസ് 45. അപ്പോൾ എക്സ് എത്രയായിരിക്കണം? 45 ആയിരിക്കണം. സൈൻ എക്സ് = കോസ് എക്സ് ആവുന്നത് 45 ഡിഗ്രി ആംഗിളിൽ മാത്രമാണ്. അതായത് സൈൻ എക്സും കോസ് എക്സും ഈക്വൽ ആവുന്നത് 45 ഡിഗ്രി ആംഗിൾ വരുമ്പോഴാണ്. കാരണം 45 + 45 90. അപ്പോൾ തേർഡ് പാർട്ടായി. ഫോർത്ത് പാർട്ടോ, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്? അതായത് സൈൻ 1 > സൈൻ 5, കോസ് 1 < കോസ് 5, കോസ് 85 < കോസ് 86, സൈൻ 85 സൈൻ 86. നമ്മൾ ആ ടേബിൾ നോക്കി കണ്ടുപിടിച്ചാണ്. എന്താണ്? ആംഗിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ സൈൻ വില ഇൻക്രീസ് ചെയ്യും. ആംഗിൾ ഡിക്രീസ് ചെയ്യുമ്പോൾ കോസ് വില ഇൻക്രീസ് ചെയ്യും.
അല്ലെങ്കിൽ ആംഗിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ് വാല്യൂ ഡിക്രീസ് ചെയ്യും കേട്ടോ. അവിടെ കോസ് വാല്യൂ ഇങ്ങനെ കുറഞ്ഞു വരും, സൈൻ വാല്യൂ കൂടിക്കൂടി വരും. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ സൈൻ 1 വലുതല്ല, സൈൻ 1 സൈൻ 5 വലുതല്ല. അപ്പോൾ ഇത് തെറ്റാണ്. സൈൻ 5 ആണ് വലുത്. അപ്പോൾ ഇത് തെറ്റാണ്. കോസ് 1 ലെസ് ദാൻ കോസ് 5 അതും തെറ്റാണ്. കാരണം കോസിന്റെ ആംഗിൾ വലുതാവുമ്പോൾ കോസ് വാല്യൂ ചെറുതാവുകയും ചെയ്യാം. അപ്പോൾ ഇത് തെറ്റാണ്. കോസ് 1 ലെസ് ദാൻ കോസ് 5 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ കോസ് 85 ലെസ് ദാൻ കോസ് 86 അതും തെറ്റാണ്. കാരണം ആംഗിൾ കൂടുമ്പോൾ കോസ് വില കുറയുകയാണ്. അപ്പോൾ കോസ് വില ആംഗിൾ കൂടുമ്പോൾ കോസ് വില കുറയും. ഇപ്പോൾ ഇതിനേക്കാൾ ചെറുതാണ് ഇത്, ഇതിനേക്കാൾ വലുതാണ് വന്നിരിക്കുന്നത്. സൈൻ 85 ലെസ് ദാൻ സൈൻ 86 കേട്ടോ. 85 86 ആംഗിളും കൂടുമ്പോൾ സൈൻ വില ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇത് വലുത്, ഇത് ചെറുത്. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ സൈൻ 85 ലെസ് ദാൻ സൈൻ 86 അതാണ്. അതായത് കോണിന്റെ വില കൂടും തോറും ആംഗിളിന്റെ വില ഇൻക്രീസ് ചെയ്യുമ്പോൾ സൈൻ വിലയും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സൈൻ 85 വലുതാണ് സൈൻ 86. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ ഫോർത്ത് പാർട്ടിന്റെ ആൻസർ സൈൻ 85 ലെസ് ദാൻ സൈൻ 86. ക്ലിയർ ആയ പറഞ്ഞത്. ഒരു പാർട്ടി കൂടി എന്താണ്, റൈറ്റ് ദി ഫോളോയിങ് ഇൻ ഇൻക്രീസിങ് ഓർഡർ. ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ് സൈൻ 80 സൈൻ 40 കോസ് 80. ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ ഏറ്റവും ചെറുതാദ്യം എഴുതണം, പിന്നെ വലുത്, പിന്നെ വലുത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സൈൻ 80 സൈൻ 40 ഇത് കോസ് 80 ആണ്. കോസ് 80 നമുക്കൊരു സൈൻ 10 എഴുതാലോ അല്ലേ. കോസ് 80 എന്ന് പറഞ്ഞാൽ സൈൻ 10 അല്ലേ. അപ്പോൾ സൈൻ 10 എന്ന് പറഞ്ഞാണ് ഏറ്റവും ചെറുത് വരിക. അപ്പോൾ ഏറ്റവും ചെറുത് കോസ് 80 വരും. കാരണം കോസ് 80 എന്ന് പറഞ്ഞാൽ സൈൻ 10 ആണ്. കോസ് 80 എന്ന് പറഞ്ഞാൽ സൈൻ 10 ആണ്. അപ്പോൾ എന്ത് വരും, സൈൻ 10 ലെസ് ദാൻ സൈൻ 40 ലെസ് ദാൻ സൈൻ 80. അപ്പോൾ സൈനിന്റെ വില നമുക്ക് അറിയാം, ആംഗിൾ കൂടുന്നതനുസരിച്ച് സൈനിന്റെ വില കൂടി പോലും. അപ്പോൾ സൈൻ 10 വലുതാണ് സൈൻ 40, അതിനേക്കാൾ വലുതാണ് സൈൻ 80. സൈൻ 10 എന്ന് പറയുന്നതാണ് കോസ് 80 എന്ന് തന്നിരിക്കുക. അപ്പോൾ കോസ് 80 ലെസ് ദാൻ സൈൻ 40 ലെസ് ദാൻ സൈൻ 80. ഇതാണ് ഇൻക്രീസിങ് ഓർഡർ. അതായത് കോസ് 80 സൈൻ 40 സൈൻ 80 ഇതാണ് ഇതിന്റെ ഇൻക്രീസിങ് ഓർഡർ. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം, 5 മാർക്കിന്റെ ചോദ്യമാണ് ഇത്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് വായിച്ചു നോക്കുക. ഒരു 2-3 ആവർത്തി വായിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എല്ലാ ആൻസറും കിട്ടും. കാരണം ആൻസറും ആ ചോദ്യത്തിൽ തന്നിരിക്കുകയാണ്. ആ ചോദ്യത്തിലൊന്ന് ഇരുത്തി വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ ഇവിടെ പൂർണ്ണമാകുകയാണ്. അപ്പോൾ ഈ ഡിസ്കഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക, പരീക്ഷയ്ക്ക് തയ്യാറാവുക. എല്ലാവർക്കും A+ മേടിക്കാനുള്ള ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.